ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ പാസ്ത റെഡിയാക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പാസ്തയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റിക്കിനെസ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ 400 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ബോയിലായിട്ടൊന്ന് കുക്കായി വരണം. ഇപ്പോൾ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് തണുത്ത വെള്ളം മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടും ഒട്ടലില്ലാതെ കിട്ടും. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നമുക്ക് ഓയിലും ഉണ്ടാക്കിയെടുക്കാം. കോക്കനട്ട് ഓയിൽ ഒട്ടും തന്നെ യൂസ് ചെയ്യരുത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലേവറേ മാറിപ്പോകും. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറിലോ തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഇതിലോട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 8 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവർ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറെല്ലാം നന്നായി തന്നെ ഒന്ന് മാറി വരണം. അപ്പോഴാണ് പാസ്ത ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് ഇനി ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് തക്കാളിയാണ്. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയ സോസിന് ഒഴിക്കുമ്പോൾ ഇതിലെല്ലാം ഉപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ മതിയാണ്. ഈ തക്കാളിയും കൂടെ നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാണ്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചിക്കൻ സ്റ്റോക്ക് എല്ലാം ഇതിലൊന്ന് പിടിച്ചു വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും ചിക്കനിലുള്ള ഈ സ്റ്റോക്കെല്ലാം ഒന്ന് വറ്റി വന്ന് മസാലയെല്ലാം ചിക്കനിൽ നന്നായി തന്നെ പിടിച്ചു വരും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസായിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് ഇനി സോസുകളും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസെല്ലാം ഇതുപോലെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് പാസ്തയിൽ ഫ്ലേവറെല്ലാം വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത്രയും തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാസ്തയിൽ മസാലകളെല്ലാം നന്നായി പിടിച്ച് വരണം. ഇതിലോട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്കോട് കൂടി ഒഴിച്ച് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ്റെ ഫ്ലേവർ നന്നായി തന്നെ ഈ പാസ്തയിൽ നമുക്ക് കിട്ടും. എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിന് മുകളിൽ അല്പം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ചീസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനും പാസ്തയും കൂടെ വെച്ച് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.